ഹായ് ഫ്രണ്ട്സ്, ഇത്രയും ദിവസം ഞാൻ ഒന്നും പറയാതെ മിണ്ടാതിരിക്കുകയായിരുന്നു. അതായത് ഈ SFIയുടെ നിലപാട് ഈ നിലക്കാണ് പോണതെങ്കിൽ ഇത് പ്രശ്നമാവും. ഇത് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SFI മാത്രമൊന്നുമല്ല നട്ടലുള്ള സ്റ്റുഡൻസ് സംഘടന. ഇവിടെ ഞങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പല കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ പിള്ളേര് ഇവിടെ ഉണ്ട്. ഇതിനേക്കാൾ ഉച്ചത്തിൽ നന്നായി സദാചാരം പുലമ്പാനും പിന്നെ നന്നായി മുഷ്ടി ചുരുട്ടി മോന്തൊക്കെ അടിക്കാനും കയ്യും കാലും വെട്ടാനും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞങ്ങൾക്ക് സാമൂഹ്യമായ ബോധവും പിന്നെ ഒരു മാനുഷിക പരിഗണന ഒക്കെ ഉള്ളത് കൊണ്ട് വെറുതെ എല്ലാരെങ്കിലും കാര്യം ഉണ്ടായാലും ഒരാളെ ഉപദ്രവിക്കാനുള്ള മനസ്സില്ല. പക്ഷെ സഹി കെട്ടുകഴിഞ്ഞാ ഞങ്ങൾക്ക് പോയി ചെയ്യാനറിയാം. ഇത് നിങ്ങൾ SFIയുടെ കീടങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സമ്മേളനം നടന്ന ആക്കിലപ്പറമ്പ് എന്ന സ്ഥലം അറിയൂ? ആക്കിലപ്പറമ്പ് എന്ന സ്ഥലം എന്റെ വല്യപ്പാന്റെ തറവാടാണ്. അവിടെ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. അവിടെ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. ഇനി ഇതുപോലെ ഒരു പ്രാവശ്യം കൂടി ഈ കേരള സമൂഹത്തിന്റെ എന്റെ പെങ്ങന്മാർക്ക് നേരെ SFI എന്ന സംഘടന കൊരച്ച ഈ കാണുന്ന ഞാനും പിന്നെ എന്റെ പിന്നിലാരാന്ന് നിങ്ങളറിയും. ഞാനൊരു സഖാവാണ്. ഞാൻ മുഖത്ത് നോക്കി പറയാം. ഇനി ഒരു യൂണിവേഴ്സിറ്റിയോ ഒരു കലാലയോ കേരളത്തിന് സാക്ഷ്യം വഹിച്ച SFI എന്ന സ്റ്റുഡൻസ് സംഘടന അതോടെ തീർന്ന്. നിയമത്തിന്റെ വഴിക്കെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് ഞാൻ പറഞ്ഞുതരാം. നിയമത്തിന്റെ വഴിക്ക് SFI തീർന്നിരിക്കും. അത് തീർക്കാൻ ഞങ്ങൾക്കറിയാം. നിങ്ങൾ SDPIയും പോപ്പുലർ ഫ്രണ്ടിനെയും മുസ്ലിം ലീഗിനെ ഇവരെ എല്ലാവരെയും നിയമത്തിന്റെ വഴിക്ക് എങ്ങനെ കൊണ്ടുവരുന്ന അതും നിങ്ങൾക്ക് ബാധകമാക്കാൻ ഞങ്ങൾക്ക് കഴിയും. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു സഖാവാണ്. എന്റെ ഉള്ളിൽ ദണ്ണം വെച്ചിട്ട് ഞാൻ പറയുന്നത്. നിങ്ങളെ ശത്രുവല്ല. നിങ്ങൾ ഈ ചെയ്യണത് ഏറ്റവും തികച്ചും ഒരു തന്തയില്ലായ്മത്തരാണ് നിങ്ങൾ ഈ ചെയ്യണത്. ഇത്രയും നേരം ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആളാണ്. ഇത്രയും നേരം ഇന്ന് എനിക്ക് വന്ന ഇൻഫോർമേഷൻസ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത്രയും ദിവസം ഇവിടെ നടക്കുന്നതിന്റെ പേരിൽ തിരുവനന്തപുരത്ത് ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ഗവൺമെന്റ് ഓഫീസിൽ. അതിന് ഞാൻ ഇന്ന് രാജിവെക്കുകയാണ്. എന്താ പറയുക, വേറെ ഒന്നുമല്ല. ഇന്നല്ലെങ്കിൽ ഈ ആഴ്ച രാജിവെക്കുകയാണ്. എനിക്ക് ഇവിടുത്തെ ഗവൺമെന്റ് ജോലി വേണ്ട. കാരണം നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഐ ജസ്റ്റ് ടുക്ക് ഫക്ക് ഓഫ്. ഇനി വേണ്ട. നിങ്ങൾ ഈ കഴിഞ്ഞ മുന്നണി UDF മുന്നണി ഇത്രയും ദുർഭരണം നടത്തിയപ്പോൾ ജനങ്ങൾ പൊറുതി മുട്ടിയിട്ടാണ് നിങ്ങൾക്ക് വോട്ട് കിട്ടി. അല്ല നിങ്ങൾ എന്താക്കിട്ടാന്ന് വിചാരിച്ചാ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നോക്കണത്താളാ ഞാനാടാ. ഒരു നോക്ക്, എന്റെ മോൻ നോക്ക്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണേ ചെയ്യടാ. ഞാൻ പെരുമ്പിലാവിലുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സഖാക്കളില്ലേ? വിളിച്ച് പറയടാ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന്. നിങ്ങൾ എന്ത് തന്തയില്ലായ്മത്തോടെ ചെയ്യണ്? ക്യാമ്പസ് ഒക്കെ നിങ്ങൾ തറവാട് പോകെ ആർക്കെങ്കിലും ചെയ്യടാ. ഇനി മേലാൽ ഏതെങ്കിലും ഒരു പെണ്ണിന് നേരെ മാത്രമല്ല ആണിന് നേരെ നിങ്ങളുടെ ഈ ഇമ്മോറൽ ട്രാഫിക്കിംഗ് നടന്നു കഴിഞ്ഞാൽ നിയമത്തിന്റെ വഴിക്ക് പോകാൻ ഞാൻ കാരണം. നിയമത്തിന്റെ വഴിക്ക് മാത്രമല്ല, കയ്യൂക്കിന്റെ ബലത്തിൽ പോകാനും പറയാം. നമുക്ക് ഇനി നോക്കാം. ഇനി ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കും നിങ്ങൾ. ഇനി ഒരു യൂണിവേഴ്സിറ്റിയിലെങ്കിലും ഇനി എന്തെങ്കിലും ഉണ്ടാക്കും. എന്താ റവല്യൂഷൻ, എന്താണ് വിപ്ലവം എന്ന് ഞാൻ കാണിച്ചു തരാം. ഇത്രയും കാലം ഞാൻ ഉണ്ടായിരുന്നു. ഇത്രയും കാലം എന്നെ നിങ്ങളെ നേതാക്കളോട് പോയി ചോദിക്കടാ ഞാൻ ആരാന്ന്. ആക്കിലപ്പറമ്പ് എന്താന്ന് ചോദിക്കടാ. ആക്കിലപ്പറമ്പൻ ആരാന്ന് ചോദിക്കടാ. നിങ്ങൾ എന്ത് കമ്മ്യൂണിസ്റ്റ് എടാ മറ്റേ പാളയം ഹോസ്റ്റൽ കയറി ചെല്ലടാ. കണ്ട എന്താ പറയാ ചറമന്റെ മക്കളെ എന്ന് പറഞ്ഞ് മറ്റേ ഈ പാവപ്പെട്ട മക്കളെ അവിടെ കൊണ്ടുപോയിരുത്തിട്ട് കള്ളും കഞ്ചാവും കൊടുത്തിട്ട് അവരെ ഗുണ്ടായുസം കളിപ്പിച്ചിട്ടല്ല നിങ്ങൾ ഈ കോളേജുകളൊക്കെ ഭരിക്കുന്നത്. ഞാൻ പറയണ ചരിത്രം, നിങ്ങളുടെ ചരിത്രം, SFIയുടെ ചരിത്രം ഞാൻ പറയാം. ഞാനൊരു SFIയിലും പ്രവർത്തിച്ചിട്ടല്ല കമ്മ്യൂണിസ്റ്റുകാരൻ. ജനിച്ചന്ന് മുതൽ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഇനി ഒരു തവണ കൂടി ഇത് കേരളത്തിൽ ആവർത്തിച്ച നിങ്ങൾ തീർന്നടാ. SFI തീർന്നു. ഇത് നെസിയ പറയണു. നിങ്ങൾ ചോദിക്കടാ. നിങ്ങളുടെ കുട്ടി സഖാക്കളെ നേതാക്കന്മാരോട് ചോദിക്കടാ. എന്നെ അറിയുന്ന കുറച്ച് പേരുണ്ട്. ചോദിക്കടാ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യും. ഞാനും അതിനെ കാത്തിരിക്കണം. നിങ്ങൾ ഇങ്ങോട്ട് വാ. ഞാനുണ്ട് വരൂല. നിങ്ങൾ ഇങ്ങോട്ട് വാ. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ വിളിക്കടാ. ആരെങ്കിലും വിളിക്കടാ. ഇനി ഇതൊരു പ്രാവശ്യം കൂടി ഉണ്ടായ അപ്പൊ നമുക്ക് കാണാം. ഇത് ഞാനാ പറയുന്നത് ട്ടാ. നിങ്ങൾ ഇനി ഈ കേരള ക്യാമ്പസിൽ എവിടെയെങ്കിലും വിദ്യാർത്ഥികൾക്കെതിരെ ഒരു പ്രാവശ്യമെങ്കിലും അബദ്ധത്തിലേക്ക് പോയാ അന്ന് നിങ്ങൾ തീർന്നു. ഇത് അവസാനമാക്കാം. ജയ് ഹിന്ദ്.